നിലവിൽ കുവൈത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്നവർ സ്വന്തം നാടുകളിൽ കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ആശുപത്രികളിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകണം. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ളവരുടെ വിസ മാത്രമാണ് വിദേശങ്ങളിലെ കുവൈത്ത് എംബസികൾ സ്റ്റാമ്പ് ചെയ്ത് നൽകുകയുള്ളൂ. ഇങ്ങനെ കുവൈത്തിലെത്തുന്ന വിദേശികളെ വീണ്ടും ഇവിടെ വെച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി രോഗമുക്തി ഉറപ്പുവരുത്തിയ ശേഷമാണ് രാജ്യത്ത് തുടരാൻ അനുവദിക്കുക. എന്നാൽ അടുത്തിടെ രാജ്യത്തെത്തിയ 2000-ഓളം വിദേശികളിൽ എയ്ഡ്സ് ഉൾപ്പെടെയുള്ള മാരകരോഗങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടിലെ ആശുപത്രികൾ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളിൽ കൃത്രിമം നടക്കുന്നു എന്ന നിഗമനത്തിലാണ് അധികൃതർ. ഇതേ തുടർന്നാണ് വൈദ്യപരിശോധന കുറ്റമറ്റതാക്കാൻ ആരോഗ്യ മന്ത്രാലയം ശ്രമങ്ങൾ ആരംഭിച്ചത്. വിദേശ തൊഴിലാളി കുവൈത്തിൽ പ്രവേശിച്ചതിനു ശേഷം വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുന്നോടിയായി നടത്തുന്ന പരിശോധനയിൽ എയ്ഡ്സ്, ക്ഷയം, ഹെപ്പറ്റൈറ്റിസ് മുതലായ സാംക്രമിക രോഗങ്ങൾ കണ്ടെത്തിയാൽ നാട്ടിൽ നിന്നും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ആശുപത്രിക്കെതിരെ നടപടിയെടുക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. ഓരോ വ്യക്തിക്കും 500 ദിനാർ വീതം പിഴ ഈടാക്കുമെന്നും അയോഗ്യരായവരെ തിരിച്ചയക്കുന്നതിനുള്ള വിമാനക്കൂലിക്കും മറ്റുമായാണ് തുക വിനിയോഗിക്കുകയെന്നും ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അൽ സഹ്ലവി പറഞ്ഞു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ആശുപത്രികൾ കുവൈത്ത് ആരോഗ്യവകുപ്പ് അംഗീകാരത്തോടെ വൈദ്യപരിശോധനകൾ നടത്തിവരുന്നുണ്ട്. അതിനിടെ സന്ദർശന വിസയിലെത്തുന്നവർക്കും സ്വന്തം നാടുകളിൽ വൈദ്യപരിശോധന നിർബന്ധമാക്കണമെന്ന ആവശ്യം സ്വദേശികൾക്കിടയിൽ ശക്തമാകുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.